അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഞാൻ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയ്ക്കും എന്റെ 147 കോടി സഹപൗരന്മാർക്കും സമർപ്പിക്കുന്നു. സെംബൂസെ എം സുഭാഷ് ബാബു, പ്രസിഡന്റ്, അൻപു ഉദയം പാർട്ടി. എന്നെക്കുറിച്ചും അൻപു ഉദയം കച്ചി രാഷ്ട്രീയത്തെക്കുറിച്ചും ഇവിടെ അതിശയോക്തിപരമായി പറയേണ്ടതില്ല. അതേസമയം ജീവിതത്തിലെ വിജയമോ പരാജയമോ ഏതൊരു ശ്രമത്തിലും ആർക്കും സംഭവിക്കുന്ന ഒരു സ്വാഭാവിക കാര്യമാണ്. എന്തുതന്നെയായാലും അത് സ്വീകരിക്കാൻ എല്ലാവർക്കും പക്വതയുണ്ട് എന്നതാണ് ലോകത്തിൽ. അതിനാൽ ഇവിടെ എനിക്ക് സംഭവിച്ചതൊന്നും സ്വാഭാവികമായോ ആകസ്മികമായോ ആയിരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും എനിക്ക് അത് എങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞു, ഞാൻ അത് എങ്ങനെ സഹിച്ചു എന്നതിനെക്കുറിച്ച് അതിശയകരമായ ചോദ്യങ്ങളുമായി ഉയരും. ഇതെല്ലാം അവർ എനിക്ക് വളരെ നന്നായി ആസൂത്രണം ചെയ്തതും മനഃപൂർവ്വം ചെയ്തതുമായിരുന്നുവെന്ന് എനിക്കറിയാം. ലോകത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും ഒരു മേഖലയിലേക്ക് പുതുതായി വരുന്നവരെ ആ മേഖലയിലുള്ളവർ ഈ രീതിയിൽ പരിഗണിക്കുന്നതിൽ ഒരു അപവാദവുമില്ല. ആ അടിസ്ഥാനത്തിൽ അവർ എന്നെ സ്വാധീനിച്ചു. നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഒരു പൗരനെന്ന നിലയിൽ അന്ന് ഭരണാധികാരികൾ വഴി എനിക്ക് സംഭവിച്ചതെല്ലാം വളരെ ശാന്തമായി നേരിട്ടതുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്റെ ജന്മനാട്ടിൽ നിന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സാധാരണ പൗരൻ, സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ, ഒരു ജനാധിപത്യവാദി എന്നീ നിലകളിൽ എന്റെ എല്ലാ രാഷ്ട്രീയ സംരക്ഷണത്തോടെയും ഒരു വ്യക്തി എന്ന നിലയിൽ ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ പരസ്യമായി അവതരിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കാര്യങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു. നമുക്ക് രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയവരും ഭരണപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരും സർക്കാരിൽ സുരക്ഷിതരാണ്. ജനങ്ങളുടെ പ്രതിനിധികളായി സർക്കാർ നടത്തുന്നവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, വോട്ടർമാരുടെ സഹപൗരന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ജനാധിപത്യത്തിന്റെ ആഴം ഓരോ വ്യക്തിക്കും മനസ്സിലാകുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. ഒരു ജനാധിപത്യത്തിൽ അത് കണക്കിലെടുക്കേണ്ടത് സഹപൗരന്മാരെ പരിപാലിക്കുന്നവരുടെ കടമയാണ്. ഇതിൽ ജനാധിപത്യത്തിന്റെ തൂണുകളായി വർത്തിക്കുന്ന ഇവയിൽ എല്ലാ എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, നിയമസഭ, ജുഡീഷ്യറി, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, മാധ്യമങ്ങൾ, അതായത് മാസികകൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ, സോഷ്യൽ മീഡിയയുടെ യൂട്യൂബ് ചാനലുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുതലായവ ഉൾപ്പെടുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരിൽ ഏത് മേഖലയിലായാലും ബന്ധപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയം എന്നത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ വിജയമോ പരാജയമോ മാത്രമല്ല, അത് ആ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. ആ രാജ്യത്തെ ജനങ്ങളായ എല്ലാ പൗരന്മാരുടെയും രാഷ്ട്രീയ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ ജനങ്ങൾ മാത്രമാണ്. അതിനാൽ രാഷ്ട്രത്തിന്റെ ക്ഷേമവും സുരക്ഷയും ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും അടിസ്ഥാനമാക്കി ഇവിടെ ഏതൊരു വ്യക്തിയുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഇടം നൽകരുത്. ഒന്നാമതായി, എന്റെ സഹപൗരന്മാരെ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവർക്ക് അങ്ങനെ ഇടം നൽകിയാൽ അവർ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ സംവിധാനത്തെയും നശിപ്പിക്കും. ആ പ്രതിനിധികൾ പ്രധാനമായും ആ തിരഞ്ഞെടുപ്പുകളിൽ അവരെ തിരഞ്ഞെടുത്ത പൗരന്മാരെ നശിപ്പിക്കും. തുടർന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ആ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയിലൂടെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടും. അൻപു ഉദയം കച്ചിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ജനങ്ങൾക്ക് ജനാധിപത്യ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ സെംബൂസെ എം സുഭാഷ് ബാബു ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. യൂണിയൻ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങൾ, അതായത് ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ, വോട്ടർമാരായ പൗരന്മാർ, തിരഞ്ഞെടുപ്പുകളിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ അവരുടെ ജനാധിപത്യ കടമ ശരിയായി നിർവഹിക്കുകയാണെങ്കിൽ സർക്കാർ ഘടനയിലെ എല്ലാ വകുപ്പുതലങ്ങളിലും പ്രവർത്തിക്കുന്ന സർക്കാർ സിവിൽ സർവീസുകൾ സ്വയം അവരുടെ ഔദ്യോഗിക കടമ ശരിയായി നിർവഹിക്കാൻ തുടങ്ങും. ലോകത്തിലെ ഇതുവരെയുള്ള ഭരണകൂടങ്ങളിൽ ഏറ്റവും അപകടകരമായ സർക്കാർ ഭരണ സംവിധാനം ഈ ജനാധിപത്യമാണ്. ജനാധിപത്യ രീതികളിൽ ഒരു പോരായ്മയുമില്ല. എന്നാൽ ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ സർക്കാരിനെ കൈകാര്യം ചെയ്യുന്ന ജനപ്രതിനിധികൾ നടത്തുന്ന സർക്കാർ ഒരു ജനാധിപത്യമാണോ
അതോ അധികാരത്തിലിരിക്കുന്നവർ, ഭരണാധികാരികൾ നടത്തുന്ന സർക്കാർ ഒരു ജനാധിപത്യമാണോ എന്ന് നിർണയിക്കുക എന്നതാണ്. ഇപ്പോഴും ഭരണ സംവിധാനത്തിൽ നിലവിൽ എന്താണ് നിലവിലുള്ളതെന്ന് ഒരു രാഷ്ട്രീയ വീക്ഷണകോണിൽ നിന്ന് നേരിട്ട് ചൂണ്ടിക്കാണിക്കാനും ഭരണപരമായ വീക്ഷണകോണിൽ നിന്ന് അത് വ്യക്തമാക്കാനും അൻപു ഉദയം കച്ചി മടിക്കുന്നു. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതിലെ പ്രധാന കാര്യം തിരഞ്ഞെടുപ്പിലൂടെ ഈ ജനവിഭാഗത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സഹപൗരന്മാരിൽ ഒരാൾ ഇവിടെ അവരുടെ പ്രതിനിധികളാണ് എന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ല. ഇതിൽ നിർണായകമായ വശം ആരുടെ നേതൃത്വത്തിലാണ് തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിലാണ്. രാജ്യത്തിന്റെ വിധിയും അതിലെ ജനങ്ങളുടെ വിധിയും ഈ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു, ഇത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ വോട്ടർമാർ ഇത് നന്നായി മനസ്സിലാക്കുകയും ശരിയായ നേതൃത്വത്തിന് കീഴിൽ വോട്ട് രേഖപ്പെടുത്തുകയും വേണം. ഇത് വോട്ടർമാരെ തിരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിനിധികളായി ശരിയായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ പ്രാപ്തമാക്കും. അതിനാൽ ജനാധിപത്യത്തിന്റെ വിജയം ഭരണാധികാരികളെ അവരുടെ വ്യക്തിഗത സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതിലും രാജ്യത്തെ പൗരന്മാർ തിരഞ്ഞെടുപ്പിലൂടെ അവരെ തിരഞ്ഞെടുക്കുന്നതിലുമാണ്. അൻപു ഉദയം കച്ചിയുടെ നേതാവായ സെംബോസെയും സുഭാഷ് ബാബു, ഞാൻ പൗരന്മാരോട് ചെയ്യുന്ന അപ്പീൽ ഇതാണ്. അതിനാൽ ജനാധിപത്യ രാജ്യത്തെ മനസ്സിലാക്കാൻ അതിന്റെ അർത്ഥം വളരെയധികം സഹായിക്കുന്നു. ലോകത്ത് ഇതുവരെ രൂപപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനങ്ങളുടെ പരിണാമത്തിൽ ജനാധിപത്യമാണ് ഏറ്റവും മികച്ച ഭരണരൂപമായി കണക്കാക്കപ്പെടുന്നതെങ്കിലും ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ലോകത്തിലെ ഇതുവരെ ഭരണാധികാരികൾ നടത്തിയ എല്ലാത്തരം ഭരണ സംവിധാനങ്ങളും നടപ്പിലാക്കിയതിനാൽ ലോകത്തിലെ പരാജയപ്പെട്ട ഭരണ സംവിധാനങ്ങൾ എന്ന തരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതും ചരിത്രത്തിന്റെ നിഘണ്ടുവിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നതുമായ എല്ലാത്തരം ഭരണാധികാരികളാണ് ഭരണകൂടം നടത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ഭരണാധികാരികൾ, ജനങ്ങളുടെ പ്രതിനിധികൾ, ഭരണകക്ഷി, പ്രതിപക്ഷ പാർട്ടി എന്നിവർ ആ സർക്കാരിലായിരുന്നപ്പോൾ അവർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികളാണ്. ഞാൻ ഇതെല്ലാം ചെയ്തത് രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവരുടെ കൺമുന്നിൽ വഞ്ചിച്ചു. ഈ രീതിയിൽ അവർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഈ സാഹചര്യത്തിൽ അവർ രാജ്യത്തെയും അതിലെ ജനങ്ങളെയും ഉത്തരവാദികളാക്കുന്നു. കൂടാതെ ജനങ്ങളെയും ആ തെറ്റുകളിലും കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികളായും പ്രതിനിധികളായും എന്ന നിലയിൽ ഭരണപരമായി ദുരുപയോഗം ചെയ്യാനും ഇതുപോലുള്ള ആളുകളെ വഞ്ചനാപരമായി വഞ്ചിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർ ഇതുപോലുള്ള നിരവധി രക്ഷപ്പെടൽ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നു. ജനാധിപത്യത്തിൽ അവർ ത്രിതല ഗവൺമെന്റ് തലവും കൈകാര്യം ചെയ്യുന്നു. വോട്ടർമാരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റ്, നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലെ അംഗങ്ങളായി അവർ തുടരുന്നു. ഇക്കാരണത്താൽ ഭരണഘടന പ്രകാരം സർക്കാർ ഘടനയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജനാധിപത്യത്തിന്റെ മറ്റു തൂണുകളിൽ നിന്നും പൗരന്മാരിലേക്ക് രാഷ്ട്രീയ വാർത്തകൾ എത്തിക്കുന്ന മാധ്യമങ്ങളിൽ നിന്നും വളരെക്കാലമായി എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നീ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞുമാറുന്നു. രാഷ്ട്രീയത്തിലെ ഈ കുറ്റവാളികളും കൊള്ളക്കാരും സമൂഹത്തിലെ കുറ്റവാളികളെക്കാളും കൊള്ളക്കാരെക്കാളും തീവ്രവാദികളെക്കാളും രാജ്യത്തിന് ഭയങ്കര അപകടകാരികളാണ്. ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ അത്തരം ആളുകളെ അവരുടെ പ്രതിനിധികളായി തിരഞ്ഞെടുത്ത് അവർക്ക് സർക്കാർ കൈമാറിയാൽ രാജ്യം എങ്ങനെയിരിക്കും? ഒരു ജനാധിപത്യ രാജ്യമായ സാധാരണക്കാരായ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാർ, തിരഞ്ഞെടുപ്പ് സമയത്ത് ജാഗ്രത പാലിക്കേണ്ടത് ഇതുപോലുള്ള ആളുകളോടാണ്. അതുകൊണ്ടാണ് അൻപു ഉദയം കാച്ചി ഈ കാര്യം ഈ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരോട് ശക്തമായി അവതരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരായി ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇതിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻപു ഉദയം അടിസ്ഥാന രാഷ്ട്രീയ തത്വചിന്ത ഉയർന്നുവന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരായ നമുക്ക് ഈ ഭരണാധികാരികളിൽ നിന്നും പ്രതിനിധികളിൽ നിന്നും അവരുടെ ഏറ്റവും മോശം ജനാധിപത്യ രീതികളിൽ നിന്നും എങ്ങനെ രാഷ്ട്രീയമായി കരകയറാൻ കഴിയും? അൻപു ഉദയം
രാഷ്ട്രീയത്തിന്റെ ഈ മഹത്തായ ജനാധിപത്യ സമീപനം ആ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെ ഒരു ഭരണാധികാരിയുടെ വീക്ഷണകോണിൽ നിന്ന് സർക്കാരുമായി സംയോജിപ്പിക്കുകയും ഭരണകക്ഷിയിലും എതിരാളി പാർട്ടികളിലുമുള്ള പ്രതിനിധികളുമായി ഈ സർക്കാരിനെ അവരുമായി ഭരണപരമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ സമ്പൂർണ്ണ ജനകീയ ഭരണത്തിൻ കീഴിൽ ഒരു സർക്കാർ നടത്തുന്നതിനുള്ള ഭരണപരമായ പ്രായോഗിക സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് അൻപു ഉദയം കാച്ചി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ഈ 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അൻപു ഉദയം രാഷ്ട്രീയം നയ സർക്കാർ ജനാധിപത്യ സമീപനം ഒരു ഭരണാധികാരിയുടെ വീക്ഷണകോണിൽ നിന്ന് അൻപു ഉദയം ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെ ആ സർക്കാരിലേക്ക് എങ്ങനെ സംയോജിപ്പിക്കാം, ആ സർക്കാരിനുള്ളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ ആളുകളെ എങ്ങനെ ഉപയോഗിക്കാം, ആ സർക്കാരിൽ ആ ആളുകളെ തുടർച്ചയായി പങ്കെടുപ്പിക്കുന്നത് എങ്ങനെ, ഈ അടിസ്ഥാനത്തിൽ ജനാധിപത്യ പരിണാമത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഒരു സർക്കാർ നടത്തുന്നതിനുള്ള പ്രായോഗിക സാധ്യതകൾ ഭരണ സംവിധാനത്തിലൂടെയാണ് അൻപു ഉദയം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ജനാധിപത്യ വാർത്തകളുടെ കാവൽക്കാർ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ വാർത്തകളുടെ സന്ദേശവാഹകർ, അതായത് മാധ്യമങ്ങൾ, മാഗസിനുകൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ തുടങ്ങിയവയാണ്. ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുടെ വാർത്തകൾ സഹപൗരന്മാരായി വായനക്കാർക്കും വരിക്കാർക്കും രാഷ്ട്രീയമായി പ്രസിദ്ധീകരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രീയ നയത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന്റെ മൂന്നാം നേതൃത്വ പാർട്ടിയായ അൻപു ഉദയം കച്ചി ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്റെ രാഷ്ട്രീയ വാർത്തകളുടെ ഭാഗമായി മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു രാഷ്ട്രീയ വാർത്തയും സമയബന്ധിതവും ഉചിതവുമായ രീതിയിൽ സഹപൗരന്മാർക്ക് എത്തിച്ചിട്ടില്ല. അതിനാൽ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്ക് അൻപു ഉദയം കച്ചിയുടെ രാഷ്ട്രീയം ശരിയായി മനസ്സിലാക്കാനും തിരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യപരമായി അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു തിരഞ്ഞെടുപ്പ് അവസരങ്ങളും രാഷ്ട്രീയ അവസരങ്ങളും മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോൾ അൻപു ഉദയം കച്ചി ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായി കണക്കാക്കപ്പെടുന്ന മാധ്യമങ്ങൾക്കെതിരെ പരസ്യമായി ഈ ആരോപണം ഉന്നയിക്കുന്നു. പത്രപ്രവർത്തന മേഖലയിലെ മാധ്യമങ്ങളിൽ നിന്നാണ് അൻപു ഉദയം കച്ചിക്ക് ഈ കൈപേറിയ വികാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടി എന്ന നിലയിൽ അൻപു ഉദയം കച്ചിക്ക് രാഷ്ട്രീയം നടത്താനും തിരഞ്ഞെടുപ്പുകളിൽ മടികൂടാതെ പങ്കെടുക്കാനും ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകളുടെ കാര്യത്തിൽ ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത് അറിയിക്കുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. സർക്കാർ ഘടനയിൽ ഈ അടിസ്ഥാനത്തിൽ ഭരണകർത്താക്കളും ജനപ്രതിനിധികളും രാജ്യത്ത് ഭരണപരമായി അനുചിതമായ, ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ സമീപനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഈ കാരണങ്ങളാൽ അൻപു ഉദയം കച്ചി നേരിട്ട് തുടർച്ചയായി ബാധിക്കുന്നതിനാൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പാർട്ടി തലത്തിൽ രജിസ്ട്രേഷനിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻപു ഉദയം കച്ചിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞാൻ ഇവിടെ അറിയിക്കുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻപു ഉദയം കച്ചി രാഷ്ട്രീയത്തിന് ഇത് ഒരു പരാജയമല്ല. അതേസമയം നമ്മുടെ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പൗരന്മാർക്ക് നൽകിയിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 64 വർഷങ്ങൾക്ക് ശേഷം 2013 മാർച്ച് 13 അൻപു ഉദയം കാച്ചി ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. ഈ സാഹചര്യത്തിൽ അധികാര നേതൃസ്ഥാനത്തുള്ള ഈ സഹപൗരന്മാരുടെ ഈ അനഭിലഷണീയവും നിയമവിരുദ്ധവും വഞ്ചനാപരവുമായ പ്രവർത്തനങ്ങൾക്കായി അൻപു ഉദയം രാഷ്ട്രീയം ഇത്രയധികം പോരാടേണ്ടതില്ല. യഥാക്രമം ഗവൺമെന്റിനെ നയിക്കുന്ന ഭരണകക്ഷിയും സർക്കാരിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടികളായി അംഗീകരിക്കുകയും ചെയ്ത പാർട്ടികളായിരിക്കാം. പക്ഷേ കഴിഞ്ഞ 25 വർഷമായി അൻപു ഉദയം എന്ന എന്റെ രാഷ്ട്രീയ ഐഡന്റിറ്റിയിൽ ഞാൻ കണ്ടുമുട്ടുന്നത് ഇതാണ്. ഭരണാധികാരികളും ജനപ്രതിനിധികളും എന്ന നിലയിൽ അധികാരത്തിലിരിക്കുന്നവരുടെ തലത്തിൽ ഭരണപരമായ ക്രമക്കേടുകൾ നിശബ്ദമായി നടക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ചെറുക്കാൻ അൻപു ഉദയം കച്ചി എന്തു ചെയ്യണമെന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകണം.
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടിയായ അൻപു ഉദയം കച്ചിക്ക് സഹായകരമായ പ്രതികരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയാൽ നന്നായിരിക്കും. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ നിർബന്ധിതരായി സാമൂഹികമായും രാഷ്ട്രീയമായും ജനങ്ങൾക്കിടയിൽ നിലനിർത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന ഭരണകക്ഷി അൻപു ഉദയം കച്ചിയുടെ രാഷ്ട്രീയം ഭരണ പരിണാമത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഭരണാധികാരികളുടെ അതിക്രമങ്ങൾ അൻപു ഉദയം രാഷ്ട്രീയത്തിന് താൽക്കാലിക തടസ്സങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇത് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻപു ഉദയം കച്ചിക്ക് 2025 ഓഗസ്റ്റ് 12 ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിലൂടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻപു ഉദയം രാഷ്ട്രീയത്തിന് അതിന്റെ പാർട്ടി രജിസ്ട്രേഷൻ പദവിയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതും അംഗീകൃതവുമായ ഈ പാർട്ടികൾ പാർട്ടിയുടെ ആരംഭഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ആ വോട്ടർ സ്ഥാനാർത്ഥി പദവിയിൽ നിന്ന് തിരിച്ചെത്തി കുറച്ചുകാലം ആ സർക്കാരിൽ ജനപ്രതിനിധിയായി തിരിച്ചെത്തിയ ശേഷം അധികാരം കൈവശം വച്ചിരിക്കുമ്പോൾ ആ സർക്കാർ ഘടനകൾ അവരുടെ കൈവശമുള്ളപ്പോൾ സർക്കാർ ഘടനയിൽ അവരുടെ സ്ഥാനങ്ങളിൽ നിയന്ത്രണമില്ലാതെ പ്രവർത്തിച്ചവർ ആ ഭരണകാലത്തിനു ശേഷവും രാഷ്ട്രീയ രംഗം തിരഞ്ഞെടുപ്പ് രംഗം സർക്കാർ തങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനായി അങ്ങനെ തിരഞ്ഞെടുപ്പ് രംഗം വഴി ഈ പ്രതിനിധി സ്ഥാനം വീണ്ടും വീണ്ടും നിലനിർത്തുന്നതിനും തിരഞ്ഞെടുപ്പിൽ സഹസ്ഥാനാർത്ഥികളായി തുടരുന്നതിനും സർക്കാരിൽ ഒരു അംഗമായി നിലനിർത്തുന്നതിനും നമ്മുടെ അൻപു ഉദയം കച്ചി കാണുന്ന സഹപൗരന്മാർക്കെതിരെ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭരണഘടന പ്രകാരം അവരുടെ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങളും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സംരക്ഷണവും ഭരണാധികാരികൾ എങ്ങനെ ലംഘിക്കുന്നു, ഭരണപരമായി അത് എങ്ങനെ നശിപ്പിക്കുന്നു, രാജ്യത്തിന്റെ നിയമവും ക്രമവും എങ്ങനെ തകർക്കുന്നു, തിരഞ്ഞെടുപ്പ് മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ജനാധിപത്യത്തിന് വിരുദ്ധമായി അവർ എങ്ങനെ പെരുമാറുന്നു, അനുചിതമായി സഹപൗരന്മാർക്കെതിരെ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭരണപരമായി ഭരണകക്ഷി എന്ന നിലയിൽ സർക്കാർ വകുപ്പുകൾ ഭരണകക്ഷിയായി അവരുടെ കൈവശത്തിലായിരിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തും തിരഞ്ഞെടുപ്പ് രംഗത്തും എല്ലായ്പ്പോഴും ഈ രീതിയിൽ ഗവൺമെന്റ് നടത്തുകയും ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യത്തെ സഹപൗരന്മാർക്കെതിരെ അതിക്രമങ്ങൾ, ക്രമക്കേടുകൾ, കുംഭകോണം, അനീതി, വഞ്ചന, അരാജകത്വം എന്നിവ നടത്തുകയും ചെയ്യുന്ന സർക്കാരിലുള്ളവർ ഈ പാർട്ടികളെ ഭരണപരമായി കൈകാര്യം ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിയായ അൻപു ഉദയം കച്ചിയുടെ പേരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അംഗീകരിക്കപ്പെട്ടതുമായ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകക്ഷി എന്ന നിലയിൽ അവരുടെ കൈവശം വയ്ക്കാനുള്ള വഞ്ചനാപരമായ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ഭരണപരമായി ഞങ്ങളോട് ഇത് കൈകാര്യം ചെയ്യുന്നു. എന്നിരുന്നാലും ഭരണഘടനയ്ക്കുള്ളിലെ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഔദ്യോഗികവും ശരിയായതുമായ ഭരണപരമായ നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ നിശബ്ദത പാലിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് അവർക്കെതിരെ എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? അവരെപ്പോലെ നമ്മൾ പ്രതികരിച്ചാൽ അവരുടെ എല്ലാ അനുചിതമായ നടപടികളും നിയമാനുസൃതമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു എന്നല്ലേ അർത്ഥമാക്കുന്നത്? ഈ കാലഘട്ടത്തിൽ പ്രായോഗികമായി നമ്മൾ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചാൽ അത് ഒരു സാധാരണ കാര്യമായി കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും രാജ്യത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നതുമായ ഒരു സാഹചര്യം അവർ പരിഗണിക്കില്ലേ? നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായി കാണപ്പെടും, തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളാകും. PNBU ഉദയം ക്യാച്ചി നിയമത്തിനും ക്രമസമാധാനത്തിനും അനുസൃതമായി പാർട്ടിയെ നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ അരാജകത്വം എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അൻപു ഉദയം ക്യാച്ചി പാർട്ടി തുടർന്നും നടത്തുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അൻപു ഉദയം ക്യാച്ചിയുടെ നേതാവ് സെംബോഡ്സെ എം സുഭാഷ് ബാബു. ജനാധിപത്യ വ്യവസ്ഥയുടെ ഭരണപരമായ വീക്ഷണകോണിൽ നിന്ന് ഞാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ചോദ്യം ചോദിക്കുന്നു. ഈ ഘട്ടത്തിൽ എന്റെ 147 കോടി സഹജീവികളെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും? ജനാധിപത്യ രാജ്യത്ത് ഒരു സാമൂഹിക വീക്ഷണകോണിൽ നിന്ന് രാഷ്ട്രീയമായി മനസ്സിലാക്കേണ്ടവരാണ് അവർ.
അൻപു ഉദയം കച്ചിയുടെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് മേധാവിക്കും ഇന്ത്യൻ പ്രസിഡന്റിനും എഴുതുന്ന ഓരോ കത്തുകളും സർക്കാർ ഫയലുകളായി തമിഴ്നാട് സർക്കാരിന് ഔദ്യോഗിക ഭരണ നടപടികൾക്കായി അയച്ചാൽ തമിഴ്നാട് ഭരണകക്ഷി സർക്കാർ ബന്ധപ്പെട്ട ഭരണവകുപ്പ് തലങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നില്ല. പകരം ഇത് സംസ്ഥാന ഹോം പോലീസ് വഴി തമിഴ്നാട് സംസ്ഥാന പോലീസിന് സമർപ്പിക്കുകയും അൻപു ഉദയം കച്ചിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക ഗുഡലൂർ നോർത്ത് പോലീസ് സ്റ്റേഷൻ വഴി പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഗവൺമെന്റിൽ ഭരണകക്ഷിയെപ്പോലെ തന്നെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തതും അംഗീകൃതവുമായ പാർട്ടിയായ ഈ ഭരണകക്ഷിക്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത അൻപു ഉദയം കച്ചിയുടെ പേരിൽ സർക്കാരിന് രാഷ്ട്രീയമായി എഴുതിയ കത്തുകളിൽ ബന്ധപ്പെട്ട വകുപ്പ് തലങ്ങളിൽ ഒരു ഭരണപരമായ നടപടിയും സ്വീകരിക്കുന്നില്ല. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപു ഉദയം കച്ചി ഭരണപരമായി ഒരു പാർട്ടിയായി പ്രവർത്തിക്കാൻ തുടങ്ങി. രാജ്യത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും വോട്ടർ പങ്കാളിത്തത്തോടെ വോട്ട് രേഖപ്പെടുത്തുന്നതിലും പങ്കാളിയാണ്. തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നാൽ സഹ വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളല്ലാത്തതിനാൽ അൻപു ഉദയം കച്ചിയുടെ പേരിൽ ഇത് യൂണിയൻ പാർലമെന്റിലും ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലും അംഗമായി പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെയും തമിഴ്നാടിന്റെയും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണകക്ഷിയായി പ്രവർത്തിക്കുന്ന ഈ പാർട്ടികൾക്ക് അൻപു ഉദയം കക്ഷിക്കുവേണ്ടി രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമവും സുരക്ഷയും അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി കത്തുകൾ വഴി സർക്കാരിനെ അറിയിക്കുകയും ഇതിൽ ഭരണപരമായി ബന്ധപ്പെട്ട വകുപ്പുതല നടപടി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ കത്തിന്റെ സാരാംശത്തെ അടിസ്ഥാനമാക്കി ഭരണതലത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കൂടാതെ പോലീസിനെ ഉപയോഗിച്ച് അതിലെ പ്രസക്തമായ കാര്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും വിഷയം കൊണ്ടുവന്ന ബന്ധപ്പെട്ട അൻപു ഉദയം കക്ഷിയുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 2013 മാർച്ച് 13 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായ അൻപു ഉദയം കാച്ചി ഇപ്പോഴും പ്രവർത്തനത്തിലാണെങ്കിലും 2019 ജൂലൈ 2 പോലീസ് വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അൻപു ഉദയം കാച്ചി 10 കത്തുകളിലെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദാംശങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ശരിയായ ഭരണപരമായ രീതിയിൽ കത്തുകളുടെ സാരാംശം പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം സർക്കാർ കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ തെറ്റായ, വ്യാജമായ, വഞ്ചനാപരമായ, കെട്ടിച്ചമച്ചതും വ്യാജവുമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷയം കൊണ്ടുവന്ന അൻപു ഉദയം കാച്ചിയുടെ ഓഫീസ് ഫയലുകൾ, അതിന്റെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ, അതിന്റെ പാർട്ടി പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവുകൾ, അംഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ. അതുവഴി അൻപു ഉദയം കാച്ചിയുടെ രാഷ്ട്രീയ ഘടന നശിപ്പിക്കുകയും അൻപു ഉദയം കാച്ചിയുടെ ജനാധിപത്യ വിശ്വാസ്യത കുറയ്ക്കുകയും അൻപു ഉദയം കാച്ചിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവുകൾ, അംഗങ്ങൾ എന്നിവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ കവർന്നെടുക്കാൻ കാരണമാവുകയും ചെയ്തു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അൻപു ഉദയം പാർട്ടിയുടെ ശക്തമായ രാഷ്ട്രീയ വിശ്വാസങ്ങളെ ഈ സർക്കാരിന്റെ പോലീസ് വകുപ്പിലൂടെ മാനസികമായി ഉപബോധമനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ ഭരണകക്ഷി ഭരിക്കുന്ന പാർട്ടിയെയും സർക്കാരിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടിയെയും ഉപയോഗിച്ച് ശ്രമിക്കുകയാണ്. രാജ്യത്തെ ആഭ്യന്തര ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിനുള്ളിൽ സംസ്ഥാന തലത്തിൽ ക്രമസമാധാനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനും ഉത്തരവാദിത്തമുള്ള പോലീസ് സേന ഒരു സംസ്ഥാന സർക്കാർ ഘടനയ്ക്കുള്ളിലെ ഒരു വകുപ്പിൽ നിന്നാണ് ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടാതെ മറ്റു വകുപ്പുകളെപ്പോലെ ഭരണകക്ഷി നടത്തുന്ന ഒരു സർക്കാരിന് കീഴിലും 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സർക്കാരിൽ സംസ്ഥാന തലത്തിൽ ഭരണകക്ഷിയുമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രതിരോധം, സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ, ഓഫീസർമാർ, സ്റ്റാഫ് മുതലായവ ഈ ആളുകൾ എന്തു ചെയ്യണം, എന്തറിയണം? ജനാധിപത്യം, സർക്കാർ, രാഷ്ട്രം, ജനങ്ങൾ, പൗരന്മാർ, വോട്ടർമാർ, സ്ഥാനാർത്ഥികൾ,
രാഷ്ട്രീയം, തിരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ച് ഒന്നും അറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, നിയമസഭ, ജുഡീഷ്യറി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രതിരോധ സുരക്ഷാ സേന തുടങ്ങിയ സർക്കാർ ഘടനാ വകുപ്പുകളിൽ ജോലി ചെയ്യുമ്പോൾ പോലും അവരുടെ അവസ്ഥ ഇതാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ സാമൂഹിക ഘടനയിലെ സാധാരണ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് തിരഞ്ഞെടുപ്പുകളിലൂടെ തിരഞ്ഞെടുത്ത പ്രതിനിധികളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ സഹജീവികൾ സർക്കാരിലെ ജനപ്രതിനിധികളായ ഭരണകക്ഷികളാൽ രാജ്യത്തെ ക്ഷേമവും സുരക്ഷയും നശിപ്പിക്കപ്പെടുന്നു എന്ന ചിന്ത അവരുടെ ആഴത്തിലുള്ള മനസ്സിൽ ഉദിക്കുമ്പോൾ, ഇനി അവരെ വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവർ കരുതുന്നു. ആ സമയത്ത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ഈ ഭരണാധികാരികളുടെ അതിക്രമങ്ങളാൽ നാം വഴിതെറ്റിക്കപ്പെടരുതെന്നും നമ്മുടെ രാഷ്ട്രീയ പാതയിൽ നിന്ന് പരസ്പരവിരുദ്ധമായ രീതിയിൽ വ്യതിചലിക്കരുതെന്നും ജനങ്ങൾ ശ്രദ്ധാപൂർവം ഓർമ്മിക്കുന്നു. നിലവിലെ ഈ കോപപരമായ നിരാശയിൽ, നമ്മുടെ പ്രതിനിധികളിലുള്ള വിശ്വാസക്കുറവിൽ, അവിശ്വാസത്തിൽ, ആ ജനാധിപത്യവാദി ഇതിന് ബദൽ എന്താണ് എന്ന് ചിന്തിക്കുകയും ഒരു പരിഹാരമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ വ്യക്തി ഒരു പൗരനായി, ഒരു രാഷ്ട്രീയക്കാരനായി, ഒരു ജനാധിപത്യവാദിയായി മാറുന്നു. ഒരു ജനാധിപത്യത്തിൽ പൗരന്മാർക്കുള്ള അവസാന രാഷ്ട്രീയ അഭയം തിരഞ്ഞെടുപ്പാണ്. അവസാന ആശ്രയമെന്ന നിലയിൽ ആ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ, പൗരന്മാർ, നമുക്ക് ഇനി നിലവിലെ ഭരണാധികാരികളെ ആവശ്യമില്ല. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിനിധികൾ ബന്ധപ്പെട്ട പാർലമെന്ററി നിയമനിർമ്മാണ സർക്കാരിൽ പങ്കെടുക്കേണ്ടതില്ല. അവർ നമ്മുടെ സമൂഹത്തിലെ ജനാധിപത്യപരമായി യോഗ്യരായ സഹവോട്ടർമാർ മാത്രമായിരിക്കണം. കൂടാതെ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളായി രാഷ്ട്രീയമായി പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. നമുക്ക് സാമൂഹികമായി സുരക്ഷ ആവശ്യമാണ്. സർക്കാരിൽ ഭരണപരമായി അത് സൃഷ്ടിക്കണം. 5 വർഷത്തിലൊരിക്കൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾക്കായി കാത്തിരിക്കുക. ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യത്തിലെ സഹപൗരന്മാരുടെ പിന്തുണയോടെ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളായി ജനാധിപത്യപരമായി പങ്കെടുക്കുന്ന പൗരന്മാരുടെ രാഷ്ട്രീയ അവകാശങ്ങളിൽ വോട്ടർമാരായി സംഭാവന ചെയ്യുക. സർക്കാരിലും വ്യക്തിയിലും ആളുകളിലും ഒരു സമൂഹത്തിലെ സഹപൗരനായി, ഒരു സഹവോട്ടറായി, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായി, തിരഞ്ഞെടുപ്പിലെ പ്രതിനിധിയായി. പാർലമെന്റിലും നിയമസഭയിലും ഭരണകക്ഷി പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളായി അത് ഭരണപരമായി നടപ്പിലാക്കുക എന്നിവ ഓർക്കുക. എന്നിരുന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയുടെ ജനാധിപത്യ സമീപനം ഇക്കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉള്ളിടത്ത് ഈ ഭരണകക്ഷിയിലും പ്രതിപക്ഷ പാർട്ടിയിലും ബന്ധപ്പെട്ട പാർലമെന്റ്, നിയമസഭാ അംഗങ്ങൾ, പ്രതിനിധികൾ, സ്ഥാനാർത്ഥികൾ, സഹവോട്ടർമാർ, സഹപൗരന്മാർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. അവർ അവരുടെ സഹജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഭരണകക്ഷിയിൽ വോട്ടർമാർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ, അവരിൽ നിന്ന് ഈ ക്രമരഹിതമായ ജനാധിപത്യ ഭരണം രാഷ്ട്രീയ വഞ്ചന കാരണം മാത്രമല്ല, വകുപ്പുതലങ്ങളിലെ ഭരണപരവും ഉദ്യോഗസ്ഥപരവുമായ സംവിധാനത്തിലെ ക്രമക്കേടുകൾ കാരണം. സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഈ ക്രമരഹിതമായ ജനാധിപത്യ ഭരണ വഞ്ചന കാരണം. കഴിഞ്ഞ 12 വർഷമായി നമ്മൾ ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പുകളിലും ഏർപ്പെട്ടിരുന്ന നമ്മുടെ അൻപു ഉദയം കാച്ചിയുടെ രാഷ്ട്രീയത്തെ ഇത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ മറ്റേതെങ്കിലും ഭരണ സംവിധാനങ്ങളിൽ ഇത് സംഭവിച്ചിരിക്കാം. പക്ഷേ നമ്മുടെ അൻപു ഉദയം കാച്ചിയുടെ നേതൃത്വത്തെ അടിസ്ഥാനമാക്കി ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തോടെ ഇതെല്ലാം നേരിട്ട നേതാവായിരിക്കും ഞാൻ. അതിനെക്കുറിച്ച് അൻപു ഉദയം പാർട്ടിയുടെ നിരവധി കത്തുകൾ വഴി ഞാൻ നേരിട്ട് സർക്കാരിനെ അറിയിച്ചപ്പോഴെല്ലാം ഞാൻ നേരിട്ടതും സാക്ഷ്യം വഹിച്ചതുമായ രാഷ്ട്രീയ, തിരഞ്ഞെടുപ്പ് മേഖലയിലെ ഏറ്റവും മോശം സംഭവങ്ങളുടെ വിശദാംശങ്ങൾ, ജനങ്ങളുടെയും ഭരണകക്ഷിയുടെയും പ്രതിനിധികൾ എന്ന നിലയിൽ അവരെ ബാധിക്കുന്ന ഈ കാര്യങ്ങൾ, അൻപു ഉദയം പാർട്ടിക്കെതിരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ അതിക്രമങ്ങളും, ഭരണകക്ഷി ഭരണാധികാരികളുടെ ഈ ഗവൺമെന്റ് ഓഫീസ് ഫയലുകളിൽ നിന്ന് അവരുടെ കാലാവധിക്കുള്ളിൽ അടിയന്തിരമായി നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് അൻപു ഉദയം പാർട്ടിയുടെ ഈ കത്തുകൾ ഒരു സാധാരണ പൗരന്റെ യഥാർത്ഥ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ
കേന്ദ്ര പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളായി സർക്കാരിൽ സ്ഥാനങ്ങൾ വഹിച്ച് രാജ്യത്ത് സത്യസന്ധരായ മിസ്റ്റർ ക്ലീൻ ജനപ്രതിനിധികളായി ചിത്രീകരിക്കുന്നവരെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുന്നു. ഭരണകക്ഷിയായ അൻപു ഉദയം കച്ചിയോട് ഈ രീതിയിൽ ക്രൂരമായി പെരുമാറിയത് ഈ പാർട്ടികൾ യൂണിയൻ പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭയെയും പാർട്ടി പദവിയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമാണ്. ഗവൺമെന്റിലാണെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയം മറ്റ് ഗവൺമെന്റ് ഘടനകളുടെ സ്വാധീനത്തിൽ പൂർണ്ണമായും സ്വാധീനിക്കപ്പെടുമെന്നതിനാലാണ്. അതിനാൽ അൻപു ഉദയം കച്ചിയുടെ ഔദ്യോഗിക ഫയലുകളിൽ അവരുടെ യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവം വെളിപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മുടെ സഹജനങ്ങൾക്കിടയിൽ അൻപു ഉദയം കച്ചിയുടെ രാഷ്ട്രീയത്തിന് വഴിയൊരുക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഭരണകക്ഷിയുടെ ഈ നടപടിയിൽ ഈ രണ്ട് പാർട്ടികളും യഥാക്രമം അവരുടെ വ്യക്തിഗത മനുഷ്യ സ്വഭാവമാണെങ്കിലും ഈ ആളുകളുടെ ജനാധിപത്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ അൻപു ഉദയം പാർട്ടിയുടെ മുഴുവൻ രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തിൽ എല്ലാ വിധത്തിലും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പക്വതയുള്ള ജനാധിപത്യവാദിയായ അൻപു ഉദയം കച്ചിയുടെ നേതാവെന്ന നിലയിൽ പക്വതയുള്ള ജനാധിപത്യവാദിയായ ഞാൻ ഇപ്പോഴും ജനാധിപത്യ ധാർമ്മികതയിൽ ഈ വേദനകളെല്ലാം സഹിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അൻപു ഉദയം കച്ചിയുടെ നേതാവ് സെംബോഡ്സെ എം സുഭാഷ് ബാബു ഈ വിഷയങ്ങളെക്കുറിച്ച് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ഇപ്പോൾ അൻപു ഉദയം കച്ചി നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ച ഈ വിഷയങ്ങളിൽ ആരാണ് നടപടിയെടുക്കാൻ പോകുന്നത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ജുഡീഷ്യറിയോ ഈ രാഷ്ട്രീയ വിഷയത്തിൽ നടപടിയെടുക്കുമോ? ഇതിൽ ഭരണപരമായി ഇത് സാധ്യമാണോ? രാജ്യത്തെ ഇരകൾക്കായി ബന്ധപ്പെട്ടവർ ഭരണവകുപ്പുകൾ വഴി ഉചിതമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ഇതിൽ സർക്കാരിലെ മറ്റെല്ലാ വകുപ്പുകളെയും പോലെ പാർലമെന്റ്, നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളായ അവരുടെ പ്രതിനിധികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വകുപ്പ് ദുരിതബാധിതരെ കോടതിയിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ട്? ഭരണവകുപ്പുകൾ വഴി പരിഹരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും പോലീസ് വകുപ്പ് ഏകപക്ഷീയമായി പൊതുജനങ്ങളിൽ ഇടപെടുന്നത് എന്തുകൊണ്ട്? അവിടെയും ഇന്ത്യൻ പൗരന്മാരായ നമ്മൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതും അംഗീകൃതവുമായ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെല്ലാം യൂണിയൻ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളായി ഭരണകക്ഷിയിലും പ്രതിപക്ഷ പാർട്ടി സ്ഥാനങ്ങളിലുമാണ്. ഭരണകക്ഷി മാത്രമാണ് സർക്കാർ നടത്തുന്നത്. അവരോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിൽ പങ്കെടുക്കുന്നു. കൂടാതെ ഭരണം, ജുഡീഷ്യറി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കൺട്രോളർമാർ, ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുടങ്ങിയ എല്ലാ സർക്കാർ ഘടന വകുപ്പുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും പുറമെ മാധ്യമങ്ങളിലും അവർ ഇടപെടുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് അവ ബാധിക്കുന്നവർക്ക് രാജ്യത്ത് എത്ര തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, എത്ര ഭരണമാറ്റങ്ങൾ നടക്കുന്നു, എത്ര ഭരണകക്ഷികൾ മാറിയാലും പൗരന്മാർ തിരഞ്ഞെടുത്ത എത്ര പ്രതിനിധികളെ രണ്ട് ദേശീയ തലത്തിലും രണ്ട് സംസ്ഥാന തലത്തിലും തിരഞ്ഞെടുപ്പുകളിൽ ഈ പാർട്ടികൾക്കിടയിൽ മാറാൻ മുമ്പും ശേഷവും പരിഗണിക്കാതെ ബാധിതരായ ആളുകൾ നീതിന്യായ കോടതിയിൽ നിന്ന് കടലാസിൽ ഒരു വിധി ലഭിക്കാൻ പാടുപെടുകയും അലഞ്ഞു നടക്കുകയും ചെയ്യുന്നു. അവർക്ക് അവരുടെ വിധി ലഭിച്ചതിനു ശേഷം അത് നിറവേറ്റുന്നതിനായി അടുത്ത ഘട്ട പോരാട്ടത്തിലേക്ക് പോകുന്നു. എന്നിരുന്നാലും രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇത്രയും കാലം രാഷ്ട്രീയത്തിന്റെ പേരിൽ രണ്ട് ദേശീയ തല പാർട്ടികളും രണ്ട് സംസ്ഥാന തല പാർട്ടികളും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത രണ്ട് ദേശീയ തല പാർട്ടികൾ, രണ്ട് സംസ്ഥാന തല പാർട്ടികൾ മാത്രമാണ് യൂണിയൻ പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും മാറി മാറി തുടർച്ചയായി ഒന്നിച്ചു നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടി സ്ഥാനങ്ങളും പാർട്ടി തലത്തിലാണ് ഇത് തിരഞ്ഞെടുപ്പിലൂടെ മാറുന്നത്. ചിലപ്പോൾ ഭരണകക്ഷി പ്രതിപക്ഷമായി മാറുന്നു, അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് തുടരുന്നു. അതനുസരിച്ച് പ്രതിപക്ഷ പാർട്ടിയും അതിന്റെ പതിവ് സ്ഥാനത്ത് തുടരുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപു ഉദയം കാച്ചി സെലിബ്രിറ്റികൾ ആരംഭിച്ചതല്ല.
മറിച്ച് സാധാരണക്കാരിൽ നിന്നുള്ള ഒരാളാൽ ആരംഭിച്ചതും അതിന്റെ അടിസ്ഥാന രാഷ്ട്രീയ തത്വചിന്തയിൽ ശക്തമായ ഒരു ഘടനയുള്ളതുമായ പാർട്ടിയായതിനാൽ ഈ രണ്ട് അംഗീകൃത പാർട്ടികളിലെയും അംഗങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രതിനിധികൾ നടത്തുന്ന അതിക്രമങ്ങൾക്ക് ഞങ്ങൾ ഇരകളാകുന്നു, കേവലം രാഷ്ട്രീയ കാരണങ്ങളാൽ ജനാധിപത്യ രീതിക്ക് വിരുദ്ധമായി. രാജ്യത്ത് സ്വതന്ത്രമായി രാഷ്ട്രീയം നടത്താൻ അനുവദിക്കാതെയും ജനങ്ങളുടെ ഭരണത്തിനായുള്ള തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അംഗീകരിച്ചതുമായ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാന പാർട്ടികളിലെയും അവരുടെ നേരിട്ടുള്ള അല്ലെങ്കിൽ പരോക്ഷ സഖ്യകക്ഷികളിലെയും അംഗങ്ങളായ ജനപ്രതിനിധികളെ അൻപു ഉദയം കാച്ചി ഇതുപോലെ ബാധിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ അവർക്കെതിരെ ആരാണ് നടപടിയെടുക്കേണ്ടത്? ജനാധിപത്യ രാജ്യത്ത് ഈ സാഹചര്യത്തിൽ ഈ സ്ഥാനങ്ങളിലുള്ള ഈ ജനപ്രതിനിധികൾ തങ്ങൾക്കെതിരെ കോടതിയുടെ വിധി എങ്ങനെ നടപ്പിലാക്കും? സർക്കാരിൽ വകുപ്പുതലത്തിലും ഭരണപരമായും അധികാരത്തിൽ ഇരകളാകുന്ന തങ്ങളുടെ ജനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഈ പ്രതിനിധികൾ ആരാണ്? അവർക്കെതിരെ സ്വയം നടപടിയെടുക്കാൻ അവർ എന്താണ്? ജനാധിപത്യത്തിൽ രാഷ്ട്രീയ വിശുദ്ധന്മാരാണോ? രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ലാതെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനാധിപത്യ വിരുദ്ധ നീചന്മാരിൽ നിന്ന് നമുക്ക് മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ? സർക്കാരിനെ നയിക്കുന്ന ഈ ജനപ്രതിനിധികളുടെ പിന്തുണയില്ലാതെ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ജനാധിപത്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ആരാണ് ഇത് നടപ്പിലാക്കുക? ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത്ര ധൈര്യവും ആർക്കാണ് ഉള്ളത്? ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധികളെ വെല്ലുവിളിച്ച് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ സർക്കാർ ഘടനയിലെ ബന്ധപ്പെട്ട ഭരണവകുപ്പുകൾ ഇത് എങ്ങനെ നടപ്പിലാക്കും? ഈ പ്രക്രിയയിലൂടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇത് എങ്ങനെ നടപ്പിലാക്കും? സർക്കാർ ഘടനയ്ക്കുള്ളിൽ നിന്ന് വകുപ്പുകൾ വഴി ഓഫീസിലെ ഉദ്യോഗസ്ഥർ മാത്രം ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നു. ജനാധിപത്യത്തിൽ എന്താണ് പ്രയോജനം? ഇതിൽ ആർക്കാണ് പ്രയോജനം? ഒരു ജനാധിപത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള ഭരണപരമായ കൃത്രിമത്വത്തിൽ നിന്ന് ആർക്കും പ്രയോജനം ലഭിക്കുന്നില്ല. സംഭവിച്ചതിന്റെ കാരണം അവർക്ക് അവശേഷിക്കുന്ന എല്ലാ ഇരകളും അവശേഷിക്കുന്നു. പക്ഷെ അവർ വീട്ടിൽ തന്നെ തളർന്നു പോകാൻ പോകുന്നു. എന്നാൽ ഈ കുറ്റവാളികൾ രാജ്യത്ത് നിയമത്തിന്മേൽ ഭയവും ആത്മനിയന്ത്രണവുമില്ലാതെ തുടർച്ചയായി ആത്മവിശ്വാസത്തോടെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. അവർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇതുപോലുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ സർക്കാരിൽ ഇത് പരിഹരിക്കാൻ അൻപു ഉദയം കച്ചി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപു ഉദയം കാച്ചിയുടെ പ്രസിഡന്റായ ശംഭു എം സുഭാഷ് ബാബുവിനെപ്പോലുള്ള വ്യക്തികൾ രാഷ്ട്രീയ കാരണങ്ങളാൽ ബാധിക്കപ്പെടുമ്പോൾ കേന്ദ്ര പാർലമെന്റ്, സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയിലെ ഭരണാധികാരികൾ എന്നിവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടികളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളിലൂടെയും അൻപു ഉദയം കാച്ചി പ്രസിഡന്റ് ശംഭു എം സുഭാഷ് ബാബുവിന്റെ ഈ ആമുഖമില്ലാതെ ഒരു സാധാരണ പൗരന് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഗുണഭോക്താക്കളാകാൻ കഴിയുമോ? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സെലിബ്രിറ്റിയില്ലാത്തതും പരിചയമില്ലാത്തതുമായ ഒരു സാധാരണ പൗരന് ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി സംഭവിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഭരണപരമായ പരിഹാരമുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഭരണപരമായി ഈ വിഷയം പരിഹരിക്കാൻ എന്തെങ്കിലും സമയപരിധിയുണ്ടോ? രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് അവസാനമുണ്ടോ? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിയായ അൻപു ഉദയം കാച്ചി ഇതെല്ലാം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വയ്ക്കുന്നു. 1950 ഇന്ത്യൻ ഭരണഘടനയും 1951 ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അൻപു ഉദയം കച്ചി ഉന്നയിച്ച ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് തലത്തിൽ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നതും ഈ പാർട്ടികൾക്കായി ഫീൽഡിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതും എന്ന നിലയിൽ. അതിനാൽ ഈ ചുമതലകൾ നിർവഹിക്കുന്ന ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട്
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയായ അൻപ് ഉദയം കച്ചിയിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തേടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ 147 കോടി ജനങ്ങളുടെയും പാർട്ടി നേതാവും സാധാരണ പൗരനുമായ സെംബോസെ എം സുഭാഷ് ബാബുവിനെ ഭരണപരവും ഔദ്യോഗികവുമായ രീതിയിൽ അറിയിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അൻപ് ഉദയം കച്ചിയുടെ മുൻകാല രാഷ്ട്രീയ യാത്രയിൽ ഇതുപോലുള്ള ഏറ്റവും മോശമായ കാര്യങ്ങൾ സംഭവിച്ചു. ഇത് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വന്തം തലത്തിലുള്ള ഒരു വ്യക്തിപരമായ ആഭ്യന്തര പ്രശ്നമാണോ, അതോ ഇത് ഒരു ദേശീയ തലത്തിലുള്ള രാജ്യ പ്രശ്നമാണോ? അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 ചോദ്യങ്ങളിൽ ഏതാണ് നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടത് എന്നതാണ്. അൻപ് ഉദയം കാച്ചിക്കുവേണ്ടി പാർട്ടി പ്രസിഡന്റ് സെംബോസെ എം സുഭാഷ് ബാബു, ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു, ഭരണകക്ഷിയിൽ നിന്നും എതിരാളി പാർട്ടിയിൽ നിന്നും അവരുടെ നേരിട്ടുള്ളതും പരോക്ഷവുമായ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കേന്ദ്ര പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളായി നമ്മുടെ സർക്കാരിനെ നയിക്കുന്നു. സർക്കാർ തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥരെ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സേവകരായി കണക്കാക്കുന്നു. ഇവരെല്ലാം അൻപ് ഉദയം കാച്ചി ഈ രാഷ്ട്രീയ വീക്ഷണകോണിൽ നിന്ന് വ്യതിചലിക്കുന്നതുപോലെയാണ്. സർക്കാരിൽ അനുചിതമായ ഭരണപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് വളരെ അപകടകരമാണ്. ഒരു വാദത്തിനും ഇടമില്ലാതെ നമുക്ക് ഉപബോധ മനസ്സോടെ മനസ്സിലാക്കാൻ കഴിയും. ബാധിതരായ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ സ്വഭാവത്തിൽ ഭരണപരമായി സമീപിക്കാവുന്നവരായതിനാൽ ബന്ധപ്പെട്ട ഇരയുടെ കാര്യങ്ങളുടെ സ്വഭാവം നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് അവർ ഏർപ്പെടുന്നത്. ഒരേയൊരു കാര്യം ഞങ്ങൾ ഒറ്റപ്പെട്ടതായി കാണുമ്പോൾ അവർ സർക്കാർ വകുപ്പുകളിലാണ്. ഭരണപരമായി നടപടിയെടുക്കാവുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. എന്നിരുന്നാലും അവർ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അൻപ് ഉദയം പൗരന്മാരുടെ സ്വന്തം രാഷ്ട്രീയം.